ചിലരെ പറഞ്ഞ് പറ്റിക്കലുണ്ട്. ലോകത്താകെ നിയന്ത്രിക്കുന്ന CM വലിയ എന്നാണ് സുന്നികൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു സുന്നിയും വിശ്വസിക്കുന്നില്ല. റാഫിദത്തിൽപ്പെട്ട ഒരു ടീം പറഞ്ഞു, എന്ത് അതേ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നത് അലി ഇബ്നു അബീ താലിബാണ്. അലി ഇബ്നു അബീ താലിബിന്റെ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണവും പടച്ചവൻ ഏൽപ്പിച്ചിരിക്കുന്നു. വഹുവൽ ഖാലിഖുസ് സാനി, അത് അലി ഇബ്നു അബീ താലിബ് രണ്ടാം പടച്ചവനാണ് എന്ന് പറഞ്ഞു. ഇപ്പോഴും ഇല്ലേ അങ്ങനെ ഒരു ടീം? ആരാ നിങ്ങളെ പടച്ചോന്, മടവൂര് ഞങ്ങളെ പടച്ചോനാ എന്ന് പാടുന്ന ചിലരില്ലേ? അത് ഈ റാഫിദത്തിന്റെ അനുയായികളാണ്. സുന്നത്ത് ജമാഅത്തുമായി അവർക്ക് ബന്ധമില്ല. അല്ലാഹു അല്ലാതെ പടച്ചവൻ ഇല്ല, അല്ലാഹു അല്ലാതെ കൊടുക്കുന്നവൻ ഇല്ല, അല്ലാഹു അല്ലാതെ തടയുന്നവൻ ഇല്ല, അല്ലാഹു അല്ലാതെ നിയന്ത്രിക്കുന്നവൻ ഇല്ല. ലാ തദ്ബീറ ലിമൻ ലാ ഖൽഖ ലഹ്. ഇമാം റംലി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം, സ്രഷ്ടാവിനല്ലാതെ നിയന്ത്രണം ഇല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങളിപ്പോൾ വരുന്ന കാറ് അത് ഡ്രൈവറല്ലേ നിയന്ത്രിച്ചത്? അതെ, അത് നിയന്ത്രിക്കാൻ നമ്മൾ വെറുതെ പറയുകയാണ്. സംഗതി നിയന്ത്രണമല്ല, അയാളത് ഓടിക്കാൻ ഇടപെട്ടു എന്നേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ വരുമ്പോ ആ മുക്കത്തിനടുത്ത് എത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, ഒരു പുതിയ കാറ്, ആ കാറിന്റെ നമ്പറൊന്നും ഇട്ടിട്ടില്ല, പുതിയ കാറ് നേരെ വന്നിട്ട് ഒരൊറ്റ ഇടി, ഇവിടെ ഒരു പാറക്കല്ലിന്റെ ഇടി. ആളെ വണ്ടിയൊക്കെ അവിടെ നിന്നുപോയി. ആ ഡ്രൈവറല്ലേ നിയന്ത്രിച്ചേ? ഇല്ല, ഡ്രൈവർക്ക് നിയന്ത്രണമില്ല. അല്ലാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടല്ലാതെ ഒരു ഡ്രൈവർക്കും നിയന്ത്രണം ഇല്ല, ഒരു പൈലറ്റിനും നിയന്ത്രണം ഇല്ല. ചിലര് പറയും അമേരിക്കയാണ് ലോകമൊട്ടാകെ നിയന്ത്രിക്കുന്നത്. ഒക്കെ ബന്ധം പറയാണ്. അതിനർത്ഥം അമേരിക്ക ചില വിഷയത്തിലൊക്കെ ഇടപെടുന്നുണ്ട് എന്നാണ്. അല്ല, ലോകമൊട്ടാകെ നിയന്ത്രിക്കുന്നത് അമേരിക്ക. നമ്മളെ വീട്ടിൽ മീൻ വാങ്ങുന്ന അമേരിക്ക പറഞ്ഞ നമ്മൾ അമേരിക്ക എന്ന് പറയും അല്ലേ? വെള്ളരിക്ക എന്നൊക്കെ പറയും പോലെ. എന്നല്ലാതെ ലോകമൊട്ടാകെ നിയന്ത്രിക്കുന്ന അമേരിക്കയാണോ? പക്ഷെ ആളുകൾ ഇങ്ങനൊക്കെ പറയും ചിലപ്പോ അമേരിക്ക ലോകമൊട്ടാകെ നിയന്ത്രിക്കുന്നു. അങ്ങനെ പല വിഷയത്തിലും അമേരിക്ക ഇടപെടുന്നു എന്നാണ് എന്റെ അർത്ഥം. ഇതുപോലെ ആരെങ്കിലും ഒരാള് ഔലിയാക്കൾ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഔലിയാക്കൾക്ക് ചില ഇടപെടലുകൾ ഉണ്ട് എന്നാ. അല്ലാതെ നിയന്ത്രണം അല്ലാഹുവിന് മാത്രമാണെന്ന് അതൊരു സുന്നത്തി വൽ ജമാഅത്ത് മുഴുവനും വിശ്വസിക്കുന്നു. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചില്ലേ, മുദബ്ബിറുൽ ലിൽ ഹാദിസാത്ത്, മുഴുവൻ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടല്ലാതെ ഒരു നിയന്ത്രണവും ഒരാൾക്കും ഇല്ല. മുജാഹിദിന്റെ അൽമനാറിലും മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷയിലും മലക്കുകളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിന്റെ തഫ്സീറിലാണ് അവരത് പറഞ്ഞത്. മലക്കുകൾ നിയന്ത്രിക്കുന്നുണ്ടോ? അള്ളയാണ് നിയന്ത്രിക്കുന്നത്. മലക്കുകൾ ഇടപെടുന്നുണ്ട്. ആ ഇടപെടലിനെ കുറിച്ച് ചിലപ്പോൾ നിയന്ത്രിച്ചു എന്ന് പറയും. അത് പറഞ്ഞുകൊണ്ട് മുജാഹിദ് ഇസ്ലാം എന്ന് പുറത്തുപോയി നമ്മൾ പറയില്ല. കാരണം അവർ ഇടപെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയും. മീകായിൽ അലൈഹിസ്സലാം മഴയുടെ വിഷയത്തിൽ ഇടപെടുന്നു. അങ്ങനെ ഇടപെടലുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ സൃഷ്ടികൾ ഇടപെടലുണ്ട് എന്നല്ലാതെ യഥാർത്ഥ നിയന്ത്രണം അല്ലാഹുവിന് മാത്രം. അതാണ് സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസം. ഓ സുഹൃത്തുക്കളെ, ചിലരെ പറഞ്ഞ് പറ്റിക്കലുണ്ട്. ലോകത്താകെ നിയന്ത്രിക്കുന്ന CM വലിയ എന്നാണ് സുന്നികൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു സുന്നിയും വിശ്വസിക്കുന്നില്ല. മറിച്ച് ലോകത്താകെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ഔലിയാക്കൾക്ക് ചില ഇടപെടലുകൾ ഉണ്ട്. അത് കറാമത്താണ്, അത് നിഷേധിക്കാൻ പാടില്ല. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വ്യഭിചാരോപണം പറഞ്ഞു ശത്രുക്കൾ. അതേ ഒരു വേശ്യപ്പെട്ടാണത് പറഞ്ഞുണ്ടാക്കിയത്. ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ അവർ ആക്രമിച്ചു. ജുറൈജ് റളിയല്ലാഹു അൻഹു 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം 7 പ്രശ്നത്തിനും പരിഹാരമാണ്. അവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. വന്നിട്ട് ആ ചോരക്കുഞ്ഞിന്റെ വയറ്റിന് 2 മുട്ട് കൊടുത്തു. മുട്ടിയിട്ട് ചോദിച്ചു, മൻ അബൂ, നിന്റെ അച്ഛൻ ആരാണടാ? ആ ചെറിയ പിറ്റുകുഞ്ഞ് പറഞ്ഞു, റഈവനം, ആട്ടിനെ വെക്കുന്ന ആട്ടിടയനാണ് നിങ്ങളല്ല. പ്രസവിച്ച ഉടനെയുള്ള കുട്ടി സംസാരിക്കുകയാണ്. അപ്പോൾ ആളുകൾ അദ്ദേഹത്തിന്റെ കാല് പിടിക്കുകയാണ്. ഇത് ബുഖാരിയിലും മുസ്ലിമുള്ള ഹദീസാണ്. ഇവിടെ നിങ്ങൾ കണ്ടോ, മഹാനവറുകൾ എന്ത് ചെയ്തു? ഈ കുട്ടിയെ കൊണ്ട് സംസാരിപ്പിച്ചു. യഥാർത്ഥത്തിൽ സംസാരിപ്പിച്ചവൻ അല്ലാഹുവാണ്. മഹാനവറുകൾ ഇടപെട്ടതാണ്. ഇടപെടുമ്പോൾ ആ കുട്ടി സംസാരിക്കുകയാണ്. അപ്പൊ ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്, അത് നിഷേധിക്കാൻ പാടില്ല. മുഅ്തസിലത്ത് എന്ന് പറഞ്ഞ ഒരു ടീം ഉണ്ടായിരുന്നു. അവരാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിൽ. അവരാണ് അഹ്മദ് ഇബ്നു ഖുസായി തങ്ങളെ തലവെട്ടി കൊന്നുകളഞ്ഞത്. എന്തിന്? അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്ന് പറഞ്ഞതിന്റെ പേരിൽ. ആ കക്ഷികൾ മുഅ്തസിലത്ത്, അവരുടെ വാദമാണ് ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്ന വാദം. അതുകൊണ്ടാണ്
അതേ ആ മുഅ്തസിലത്തിന്റെ വാദമുള്ള ആളായിരുന്നു സമഖ്ശരി എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം ഫലാ യുദ്ഹിറു അലാ ഖൽബിഹി അഹദൻ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ എന്ന ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു, ഔലിയാക്കൾ മറഞ്ഞ കാര്യം അറിയൂല എന്നതിന് തെളിവാണ്. അത് തെളിവല്ല എന്ന് മറ്റുള്ള മുഫസ്സിരീങ്ങൾ അതിനെ ഖണ്ഡനം എഴുതി വെച്ച് ഇമാം റാസിയും ഇമാം അബൂ സഊദ് റളിയല്ലാഹു അൻഹു ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ മുഅ്തസിലത്തിന്റെ വാദമാണ് ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്ന വാദം. പക്ഷേ എല്ലാം കൊടുക്കുന്നവരും തടയുന്നവരും. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ മലപ്പുറം ജില്ലക്കാരല്ലേ? മലപ്പുറം ജില്ലയിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ വലിയ കറാമത്ത് കണ്ട ഒരു മഹാപണ്ഡിതനായിരുന്നു ഉമർ ഖാദിൽ ബിലംബൂത്തി. ഉമർ ഖാദിൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ചൊല്ലിയത് എന്താണ്? ബിൽ ഹഖ്ഖി മഅബൂദുൽ ലനാ മിൻഹുൻ നസ്ർ വലഹുൽ ഗിനാ മൽ കുല്ലു ഇല്ലാ മുഫ്തഖിർ. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല, സർവ്വ സഹായവും അല്ലാഹുവിങ്കിൽ നിന്നാണ്. ഏത് സഹായം ആരിൽ കിട്ടിയാലും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അതുകൊണ്ടല്ലേ 5000 മലക്കുകളെ ഇറക്കി കൊടുത്തു ബദറിൽ അല്ലാഹു തആല. എന്തിന്? യുംദിദുക്കും, നിങ്ങളെ സഹായിക്കാൻ 5000 മലക്കുകളെ. എന്നിട്ടോ അല്ല പറഞ്ഞു അവസാനം എന്ത്? വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും വലിതത്മഇന്ന ബിഹി ഖുലൂബുക്കും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. നിങ്ങളെ മനസ്സമാധാനത്തിൽ ഇറക്കിയത് 5000 മലക്കുകളെ. അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് സഹായം. സഹായം അള്ളാഹുവിൽ. അത് മലക്കുകൾ മുഖേന കിട്ടും, അമ്പിയാക്കൾ മുഖേന കിട്ടും, ഔലിയാക്കൾ മുഖേന കിട്ടും, മരുന്ന് മുഖേന കിട്ടും, ഡോക്ടർ മുഖേന കിട്ടും. സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ അള്ളാഹിനോട് പറഞ്ഞു, ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ, ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ആരാധിക്കാൻ കഴിയോ? ഇല്ല. വഇയ്യാക നസ്തഈൻ, ആരാധിക്കാനുള്ള കഴിവടക്കം എല്ലാ കാര്യങ്ങളിലും നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. നിന്റെ സഹായമില്ലാതെ ആരാധിക്കാനും കഴിയില്ല, ഒന്നിനും കഴിയില്ല. ഒക്കെ അല്ലാഹുവിങ്കിൽ നിന്നാണ്. എത്ര കൃത്യമാണ് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം. മുഴുവനും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അല്ലാഹു നൽകുന്നതെല്ലാം അത് ആർക്കും ഇല്ല. അതാണ് ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു ചൊല്ലിയത്, വലഹുൽ ഗിനാ, അവന് മാത്രമാണ് ഐശ്വര്യം, അന്യാശ്രയമില്ലാത്തവൻ അല്ലാഹു മാത്രമാണ്. കുല്ലും മുഫ്തഖിർ, എല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ കൃത്യമായ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതാണ് മുസ്ലിമീങ്ങൾ. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന് കയ്യും കാലുമുണ്ടെന്ന് വാദിച്ചില്ലേ പുത്തൻവാദികൾ? റാഫിദത്തല്ലേ അത് വാദിച്ചത്? ആ റാഫിദത്തിന്റെ വാദം ഇപ്പോൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് ആരാണ്? മുജാഹിദുകളാണ്. മുജാഹിദിന്റെ അൽമനാർ 1952 അതെ KM മൗലവിയും PK മൗലവിയും ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെഴുതി വെച്ചു, പടച്ചവന് ഭാഗമുണ്ടെന്ന് വിശ്വസിച്ചാൽ കാഫിറായി പോകും, പടച്ചവന് അവയവങ്ങളുണ്ട് ജഡമുണ്ടെന്ന് വിശ്വസിച്ചാൽ കാഫിറായി പോകും. ഇപ്പോൾ അവരെന്താ പറയുന്നത്? ജഡമെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കാഫിറാവും. അതേപോലെ കയ്യുകാലുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കാഫിറാവും. 52 ശേഷം പുതിയ ഖുർആൻ ഇറങ്ങിയോ? അല്ല, പുതിയ നബി വന്നോ? ഞാനിത് വെറുതെ പറയാണോ?